അന്നാണ് ഷീതുവും ദേവനും കൂടി തിരുവനന്തപുരത്തെ തറവാട്ടിലേക്ക് പോകുന്നത്. അവരുടെ ഒപ്പം അവരെ കൊണ്ടാക്കാൻ വേണ്ടി റയാനും ക്രിസ്റ്റിയും ചാർലിയും കുഞ്ഞും പോകുന്നുണ്ട്. 10 ദിവസം കുഞ്ഞിനെയും ചാർലിയും വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നതിൽ അവൾക്ക് സങ്കടം ഉണ്ടെങ്കിലും തൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു ത്രില്ലും അവൾക്കുണ്ടായിരുന്നു. 10 ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകളും മറ്റും എടുത്തു വെക്കുകയാണ് ഷീതു. എൻ്റെ പെണ്ണ് അവളുടെ ഡ്രസ്സും ആക്സസറീസും ഒക്കെ ബാഗിൽ എടുത്തു വെക്കുന്നത് നോക്കി കട്ടിലിരിക്കുകയാണ് ചാർലി. ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിനിടയിൽ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ അവളെ നോക്കി ചിരിച്ചു. അവളൊരു വൈറ്റ് ലെഗിനും ഗ്രീൻ ടോപ്പുമായിരുന്നു വേഷം. മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കുളിച്ചതുകൊണ്ട് തന്നെ കുളിപ്പിന്നൽ കെട്ടിയേക്കുകയാണ് അവള്. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കി കിടക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഡ്രസ്സുകൾ മടക്കി വെക്കുന്നതിനിടയിൽ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇത് കേട്ടതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. അവൻ്റെ ഒരു മുണ്ടും ഷർട്ടുമാണ് വേഷം. ഇടത് കൈയിൽ വാച്ചും വലത് കൈയിൽ ഒരു ചെയിനും കഴുത്തിൽ കിടക്കുന്ന കല്യാണത്തിന് വാഴ്ത്തിയിട്ട് സ്വർണ്ണമാലയുമാണ്. വലത് കൈയിൽ കല്യാണത്തിൻ്റെ സ്വർണ്ണമോതിരവും ഉണ്ട്. എന്തു പറ്റി? എന്നെ മിസ് ചെയ്യാൻ പോകുന്നതിൻ്റെ സങ്കടമാണോ? കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. എനിക്കോ? നിന്നെ മിസ് ചെയ്യാനോ? ഓ, നീ നിന്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ തറവാട്ടിൽ പോയി ഉത്സവമൊക്കെ അടിച്ചു പൊളിക്കാൻ നോക്ക്. ഞാനും എൻ്റെ മോളും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്നുറങ്ങും. അതിനിടയിൽ എനിക്ക് എവിടുന്നാ നിന്നെ മിസ് ചെയ്യാനൊക്കെ സമയം? അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഉവ് ദേ ഈ കണ്ണുനീര് തുടച്ചിട്ട് പറ എന്നെ മിസ് ചെയ്യില്ലാന്ന്. അവൾ അവൻ്റെ കണ്ണുകളുടെ താഴെ കവളിലായിട്ട് വിരൽ കൊണ്ട് അവൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ചാർലി ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് തൻ്റെ നെറ്റി മുട്ടിച്ചു. നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമെന്ന് അറിയില്ല പെണ്ണെ. ഈ 10 ദിവസം എനിക്ക് 10 യുഗങ്ങളായിരിക്കും. ഒരുപാട് നിന്നെ മിസ് ചെയ്യും. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ എന്നെ മിസ് ചെയ്യുകയാണെങ്കിൽ എന്നോടൊപ്പം തറവാട്ടിലേക്ക് വന്ന് നിന്നൂടെ ഇച്ചായന്? ഇച്ചായനെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു. അതൊന്നും വേണ്ട ഷീതു. അതൊന്നും ശരിയല്ല. ഒന്നാമത് നീ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. വീഡിയോ കോളിൽ 1-2 തവണ അവിടുത്തെ മുത്തശ്ശിയായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ലാതെ അവിടെ മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് ചിലപ്പോൾ ഞാൻ വരുന്നൊന്നും ഇഷ്ടപ്പെടില്ല. അതൊരു ക്രിസ്ത്യാനി. അവരൊക്കെ പഴയ തറവാട്ടുകാരല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അന്യമതസ്ഥനായ ഒരാൾ അവിടേക്ക് വരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് വേണ്ട ഷീതു, നീ പോയിട്ട് വാ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഇച്ചാനെ പോലെയല്ലേ ഞാനും ഇപ്പോൾ അന്യമതത്തിൽ തന്നെയല്ലേ ഉള്ളത്. പള്ളി മാമോദീസം മുങ്ങി ക്രിസ്ത്യാനി ആയതല്ലേ ഞാനും. എന്നിട്ട് ഞാൻ ചെല്ലുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ തിരികെ അവനോട് ചോദിച്ചു. എടി പെണ്ണെ, നിന്നെപ്പോലെ അന്നോടി ഞാൻ. നീ അവിടുത്തെ കുട്ടിയല്ലേ. അവിടുത്തെ ദേവൻ്റെ മകളല്ലേ നീ. നിനക്കുള്ള സ്വാതന്ത്ര്യ അവകാശമൊന്നും എനിക്കില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനും എൻ്റെ മോളും അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നല്ല, വന്ന് നിൽക്കുന്നില്ല. നീ അവിടെ പോയി 10 ദിവസം നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ചെറിയച്ഛൻ്റെയും അവരുടെ മക്കളുടെയൊക്കെ കൂടി സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ. ഞാനും എൻ്റെ മോളും ഇവിടെ നിന്നെ കാത്തിരിക്കും. ഓരോ ദിവസങ്ങൾ എണ്ണി. അവൻ പറയുന്നത് കേട്ടതും അവൾ അവൻ്റെ കവളിലേക്ക് കൈവച്ചു. പിന്നെ അവൻ്റെ മറുകവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. ഇങ്ങനെയൊക്കെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിൽ മറച്ചു വെച്ച് സന്തോഷത്തോടെ തന്നെ യാത്ര അയക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ചായ? അവളൊരു ടെൻഷനോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാകും. അവർ തിരികെ നിന്നെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്നാണ് എനിക്കിപ്പോൾ പേടി. ചിലപ്പോൾ അച്ഛനോടും മോളോടും അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ അവരൊക്കെ പറഞ്ഞാലോ? അവൻ ഒളികണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ എത്ര സ്ഥിരതാമസമാക്കാൻ പറഞ്ഞാലും എൻ്റെ കണവനെ കാണാതെ എനിക്കിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കറക്റ്റ് 10 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓടി വരും. അവൾ അവൻ്റെ കവളിൽ രണ്ടും പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. നീ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കി എടുത്തുകൊണ്ട് ഞാൻ വരും. ദേവച്ചനോട് പോലും ഞാൻ പോയി പണി നോക്കാൻ പറയും. എനിക്കെൻ്റെ ഈ സുന്ദരി പെണ്ണില്ലാതെ ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് ഞാൻ പറയും. എനിക്കൊരു മുത്തശ്ശിയും ചെറിയച്ചന്മാരെയും ഒന്നും പേടിയില്ല. അവനും തിരികെ അവളോട് പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു. അവൾ ചിരിക്കുന്നത് കണ്ടതും അവൻ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയാൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അവൻ ഒരു കൈയാൽ മീശ പിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഉവ് അതും പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാനായി തുടങ്ങിയതും അവൻ ബലമായി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഷീതു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും ഇനി 10 ദിവസം കഴിഞ്ഞല്ലേ കാണുള്ളൂ. അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി. അതുകൊണ്ട്? അവൻ ചുണ്ടിൽ വെച്ച കൈ അവൾ പതിയെ എടുത്ത് മാറ്റിക്കൊണ്ട് ചോദിച്ചു. അവൻ പെട്ടെന്ന് മറുകൈയാൽ അവളുടെ പിന്തലയിൽ പിടുത്തമിട്ടു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളും മുന്നോട്ടൊന്നാഞ്ഞു. അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു. പിന്നെ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തു. ആ ഒരു പ്രവൃത്തിയിൽ പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ ഞെട്ടിപ്പോയി. കണ്ണുകൾ മുറുക്കി അടച്ചു. 2 കൈകളും അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി. അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. ഇരുവരും ആസ്വദിച്ച് ചുംബിക്കുകയായിരുന്നു. അപ്പേ, ചീത്തു! പെട്ടെന്നാണ് കുഞ്ഞിൻ്റെ വിളി വാതിലിന് പുറത്ത് കേട്ടത്. അത് കേട്ടതും ചാർലിയും ഷീതുവും ഞെട്ടിപ്പോയി. ഇരുവരും പരസ്പരം പിടഞ്ഞു മാറി. പിന്നെ രണ്ടുപേരും തമ്മിലൊന്ന് നോക്കി. ഇച്ചായ കുഞ്ഞ്
അവൾ പെട്ടെന്ന് കൈ പുറകിലേക്ക് വെച്ച് വാതിലിൻ്റെ അടുത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നോക്കാം. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അവൻ ഷർട്ടൊക്കെ ഒന്ന് നേരെ പിടിച്ചിട്ട് തലമുടി കൈകൾ കൊണ്ടൊന്ന് മാടി ഒതുക്കി മുഖമൊക്കെ കൈകൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ഷീതു ചുണ്ടൊന്ന് തുടച്ചു. ശേഷം അവൻ വാതിൽ തുറക്കുന്നതും നോക്കി നിന്നു. ചാർലി ചെന്ന് വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ഇസുവിനെയായിരുന്നു കണ്ടത്. അല്ല, ആരാ ഇത്? അപ്പയുടെ രാജകുമാരിയാണോ? അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ പൊക്കിയെടുത്തു. അവളൊരു യെല്ലോ കളർ ഫ്രോക്കായിരുന്നു വേഷം. തലമുടി രണ്ടും കൊമ്പ് പോലെ കെട്ടി യെല്ലോ ബണ്ണ് ഇട്ടിട്ടുണ്ട്. കയ്യിലും 2 വളയുണ്ട്. അവനങ്ങനെ പറയുന്നത് കേട്ടതും അവൾ അവനെ നോക്കി പല്ല് കാണിച്ച് ചിരിച്ചു. അപ്പേ, ഞാൻ ഒങ്ങി. എല്ലാവരും വിളിച്ചുന്നു പോവാൻ. അവൾ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് ചാർലിയോട് പറഞ്ഞു. അപ്പയും അമ്മയും ഇപ്പം വരാട്ടോ, ചാർലി കുഞ്ഞിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ഇസു ഇങ്ങ് വന്നേ. ഷീതു അവളെ ഷീതുവിൻ്റെ അടുത്തേക്ക് വിളിച്ചു. ചാർലിയുടെ തോളിൽ നിന്നും നുഴഞ്ഞിറങ്ങിയ അവൾ ഷീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഷീതു അവളെ എടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഇസു, അമ്മ 10 ദിവസം മുത്തശ്ശൻ്റെ ഒപ്പം ഒരിടം വരെ പോവുക. ഷീതു അവളെ നോക്കി പറഞ്ഞു. അപ്പോൾ ഇസുവിന് ചീത്തുവിനെ കാണാൻ പറ്റില്ലേ? അവൾ സംശയത്തോടെ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, 10 ദിവസത്തേക്ക് മോക്കെന്നെ കാണാൻ പറ്റില്ല. ഞാനങ്ങ് ദൂരെ ഒരു വീട്ടിലാണ് പോകുന്നത്. 10 ദിവസം കഴിയുമ്പോൾ മോള് ചീത്തുവിൻ്റെ അടുത്തേക്ക് വരും. അതുവരെ മോള് കരയല്ലേ, നല്ല കുട്ടിയായിട്ട് അപ്പ പറയുന്നൊക്കെ കേട്ട് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും രയാപ്പയുടെയും ഒപ്പം ഇവിടെ നിൽക്കണേ. ഷീതു അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാനും ചീത്തുവിൻ്റെ കൂടെ വരട്ടെ? കുഞ്ഞ് സംശയത്തോടെ അവളോട് ചോദിച്ചു. അയ്യോ, മോളെൻ്റെ കൂടെ വന്ന അപ്പ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അപ്പയ്ക്ക് പിന്നെ ആരാ കൂട്ടുള്ളത്? അപ്പോൾ അപ്പയ്ക്ക് സങ്കടം വരില്ലേ? ഷീതു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കേട്ടതും അത് ശരിയാണോ എന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ സങ്കടം പോലെ അവളുടെ മുന്നിൽ അഭിനയിച്ചു. എങ്കിൽ ഞാൻ വരുന്നില്ല ഷീതു, ഞാൻ അപ്പയ്ക്ക് കൂട്ടിനിവിടെ നിന്നോളാം. അവൾ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഷീതു അവളുടെ കവളിലൊന്ന് ചുംബിച്ചു. അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ കുഞ്ഞ് ഗുഡ് ഗേൾ ആണെന്ന്. ഷീതു പറയുന്നതൊക്കെ എൻ്റെ കുഞ്ഞ് കേൾക്കുമെന്ന് ഷീതു അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തൻ്റെ കുഞ്ഞരിപ്പല്ല് കാട്ടി ചിരിച്ചു. അപ്പ എൻ്റെ കുഞ്ഞ് നോക്കിക്കോണേ, അപ്പയെ സങ്കടപ്പെടുത്തല്ലേ. അപ്പ പറയുന്നൊക്കെ എൻ്റെ കുഞ്ഞ് കേൾക്കണേ, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. അവൾ കുഞ്ഞിനോടായി ഓരോന്ന് പറഞ്ഞു. ഷീതു, ഞാൻ കേത്തു, ഇനി വഴക്കുണ്ടാക്കില്ല. അപ്പയെ ഞാൻ നോക്കിക്കോളാം. അവൾ തൻ്റെ നെറ്റിയിൽ കുഞ്ഞു കൈകൾ വെച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും ചാർലിക്കും ഷീതുവിനും അവളുടെ ഓരോ രീതികൾ കണ്ട് ചിരി വന്നു. നമുക്ക് ഇറങ്ങാടി, ചാർലി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ശേഷം ബാഗുമായി അവൾ ഇറങ്ങി. കൂടെ ചാർലിയും കുഞ്ഞും. 3 പേരും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നതും ദേവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ ഒരുങ്ങിയായിരുന്നോ? ഷീതു ദേവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല മോളെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ നിങ്ങളെ ആരെയും കണ്ടില്ല, അപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അയാൾ അവളെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോഴാണ് ക്രിസ്റ്റിയും റയാനും ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്നത്. ക്രിസ്റ്റിയും മുണ്ടും ഷർട്ടുമാണ്. അവനൊരു ബ്ലൂ ഷർട്ടാണ്, ആ കരയുള്ള മുണ്ടും. റയാനൊരു ചെക്ക് മെറൂൺ ഷർട്ടാണ്, അതിൻ്റെ മുണ്ടും. ആഹാ, ഇതെന്താ 3 പേരും കൂടി പറഞ്ഞിട്ടതാണോ? അവർ രണ്ടും ഇറങ്ങി വരുന്നത് കണ്ട് ദേവൻ ചോദിച്ചു. എന്തായാലും ഹിന്ദു ടച്ചുള്ള ദേവനങ്ങളുടെ തറവാട്ടിലല്ലേ പോകുന്നത്, അപ്പോൾ ഡ്രസ്സിങ്ങും അങ്ങനെ ആവട്ടെ എന്ന് കരുതി. റയാൻ തിരികെ പറഞ്ഞു. ഇപ്പം നിങ്ങളെ കണ്ട് ആരും ഒന്ന് നോക്കും. ദേവൻ വീണ്ടും അവരെ നോക്കി പറഞ്ഞു. നോക്കണം, അതാണല്ലോ വേണ്ടത്. എൻ്റെ ഏട്ടത്തിയുടെ കൂടെ ഉച്ചിട്ടുള്ള ആമ്പിള്ളേരുണ്ടെന്ന് തറവാട്ടിലെല്ലാവരും ഒന്ന് അറിയട്ടെ എങ്കിൽ. റയാൻ മുണ്ടൊന്ന് മടക്കി കുത്തി അയാളെ നോക്കി പറഞ്ഞിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ക്രിസ്റ്റി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. മമ്മി എവിടെ? ഷീതു അവരോട് ചോദിച്ചതും എല്ലാവരും പരസ്പരം നോക്കി. ഞാനിവിടെ ഉണ്ട് മോളെ. അതും പറഞ്ഞവർ കുറച്ച് സാധനങ്ങളൊക്കെ 2 കവറിലാക്കി അങ്ങോട്ടേക്ക് വന്നു. ഇതും കൂടി കൊണ്ടുപോയിക്കോ മോളെ. അവർ ആ 2 ബിഗ് ഷോപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഇതെന്താ മമ്മി, ഇതിൽ കുറേയധികം സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ. അവൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. നമ്മുടെ പറമ്പിലുണ്ടായ കുറച്ച് മാങ്ങയും അന്ന് നമ്മൾ വെട്ടിപ്പറിച്ച് വെച്ച കുറച്ച് ചക്കയൊക്കെയാ മോളെ. പിന്നെ അതിനകത്ത് മോൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങാച്ചാറും വെച്ചിട്ടുണ്ട്. അവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല, എന്നാലും മോള് കൊണ്ടുപോയിക്കോ. പിന്നെ കുറച്ച് ചീനിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെയുണ്ട്. പണ്ടത്തെ തറവാടല്ലേ, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും ഇല്ല അവിടെ. ദേവൻ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്നാലും ആദ്യമായിട്ട് അങ്ങോട്ട് പോവല്ലേ, വെറും കൈയോടെ എങ്ങനെയാ പോകുന്നത്? ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിനാ. എല്ലാം കൂടി ഇവിടെ വെച്ചിട്ട് എന്തിനാ? ഇവന്മാരൊന്നും കഴിക്കില്ല. ഞാൻ കൈ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല. ഇവൾക്കാകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ അംഗങ്ങളും കൂടുതലല്ലേ. അവർ വീണ്ടും പറഞ്ഞതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആരും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുകൂടിയില്ലായിരുന്നു. അതൊക്കെ അറിഞ്ഞു ചെയ്യുന്നത് പോലെ അവൻ്റെ മമ്മി ചെയ്യുന്നത് കണ്ടതും ുവിനും ദേവനും വല്ലാത്ത സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നിയിരുന്നു. എങ്കിൽ പിന്നീട് നേരം വൈകിക്കണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അവൻ്റെ മമ്മി പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. മമ്മിക്കും കൂടി വരായിരുന്നു. ഷീതു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വന്നാൽ ശരിയാവില്ല മോളെ, അച്ചായൻ വരുമ്പോൾ ആരും ഇല്ലല്ലോ. മാത്രമല്ല എനിക്ക് അത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. മോക്കറിയില്ല എൻ്റെ മുട്ടുവേദനയൊക്കെ, അതുകൊണ്ട് മോള് പോയിട്ട് വാ. അവരവളുടെ കവളിലൊന്ന് തലോടിയതിനു ശേഷം അവളുടെ കവളിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു.
അവളും തിരികെ അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മായിമ്മയ്ക്ക് മരുമകളെ പിരിയാൻ നല്ല വിഷമമുണ്ടല്ലേ? റയാൻ അവരെ കളിയാക്കുന്നത് പോലെ ചോദിച്ചു. നീ പോടാ, അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അതിന് മറുപടിയായി ചാർലിയുടെ മമ്മി അവനെ നോക്കി പറഞ്ഞു. എടാടാ, കണ്ണ് വയ്ക്കാതെടാ, അവരെങ്ങനെയെങ്കിലും സ്നേഹിച്ച് പൊയ്ക്കോട്ടെ. ക്രിസ്റ്റിയും അവനെ നോക്കി പറഞ്ഞിരുന്നു. ശരി മമ്മി. അവൾ ഒന്നുകൂടി അവരെ നോക്കി യാത്ര പറഞ്ഞു. അവർ തലയാട്ടി. അമ്മച്ചി, ഞാനും പോവാ. ഷീതു അവരോട് യാത്ര പറയുന്നത് കണ്ടതും ഇസു അവളുടെ അമ്മച്ചിയെ നോക്കി പറഞ്ഞു. ഓ, എൻ്റെ കുഞ്ഞ് അവിടെ നിൽക്കാൻ വേണ്ടി പോവാണോ? അമ്മച്ചി അപ്പച്ചനെയൊക്കെ ഇട്ടിട്ട്. ഇസുവിനെ ചുംബിച്ചുകൊണ്ട് അവർ തമാശ രൂപേണ അവളോട് ചോദിച്ചു. ഞാനും അപ്പയും തിരിച്ചു വരും അല്ലേ അപ്പേ? ഇസു ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. പാപ്പനോട് യാത്ര പറഞ്ഞില്ലല്ലോ ചാർലി. പോകുന്ന വഴി നമുക്ക് ഓഫീസിലൊന്ന് കയറിയിട്ട് പോകാം. ദേവൻ അവനെ നോക്കി പറഞ്ഞു. അച്ഛാ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ മമ്മിയോട് യാത്ര പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും മുൻവശത്തൊരു ഓട്ടോ വന്നു നിന്നു. എല്ലാവരും സംശയത്തോടെ അതിലേക്ക് നോക്കി. കാരണം ഈ സമയത്ത് ആരാണ് ഓട്ടോയിൽ വരാനുള്ളതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും നോക്കിയതും ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്ന ഋഷുവിനെയാണ് കണ്ടത്. അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും അവിടെയുണ്ടായിരുന്ന എല്ലാവരും ആദ്യം നോക്കിയത് ക്രിസ്റ്റിയുടെ മുഖത്തേക്കാണ്. എല്ലാവരും തൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെന്ന് കണ്ടതും അവൻ അവരെയൊക്കെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. അത് പിന്നെ കാറിൽ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടല്ലോ, അവളും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനാ, അവൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് കരുതി. ക്രിസ്റ്റി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും എല്ലാവരും ഉവ് ഉവ് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലകുലുക്കി. അവൾ 32 പല്ലും കാണിച്ച് അകത്തേക്ക് കയറി. അല്ല, നീ എങ്ങോട്ടാ? ഒന്നും അറിയാത്തതുപോലെ ചാർലി അവളെ നോക്കി ചോദിച്ചു. ചാർലി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൾ ആദ്യം നോക്കിയത് ക്രിസ്റ്റിയുടെ മുഖത്തേക്കാണ്. ടൂറൊക്കെ പോകുന്നത് പോലെ ഒരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെയാണ് കക്ഷി വന്നിരിക്കുന്നത്. എടി, നിന്നോടാ ചാർലി ചാൻ ചോദിച്ചത് നീ എങ്ങോട്ട് പോവാണെന്ന്. അവൾ ഒന്നും മിണ്ടാതെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ട് റയാൻ അവളെ നോക്കി വീണ്ടും ചോദിച്ചു. അവൾ സത്യം പറഞ്ഞാൽ ചമ്മി നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. അവൾ വിചാരിച്ചത് ക്രിസ്റ്റി അവളും കൂടി വരുന്ന കാര്യം വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാ. എന്നാൽ വന്നപ്പോൾ തന്നെ ചാർലി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൾ അമ്മളി പറ്റിയതുപോലെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എടാ മതി, അവളെയും കൂടി കൊണ്ടുപോ. നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഒരുങ്ങി വന്നത്? മമ്മി റയാനെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു. രണ്ടും കൂടി സ്വയം അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല. അത് കേട്ടതും ഋഷു ആണോ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലടാ, നീ തറവാട്ടി പോകുമ്പോൾ മാച്ചാകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവളോടെന്താ അത് പറയാഞ്ഞത്? അവളുടെ ഡ്രസ്സിങ് കണ്ട് ചാർലി പറയുന്നത് കേട്ടതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. അത് ശരിയാ, മമ്മിയും പറഞ്ഞിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ പോലും നീ പറഞ്ഞില്ലല്ലോ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം. നീ വരില്ല എന്ന് കരുതിയിട്ടാ ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്. ഷീതു അവളെ നോക്കി പറഞ്ഞു. ഞാനും വരണമെന്ന് കരുതിയതല്ല ചേച്ചി. പിന്നെ ക്രിസ്റ്റിച്ചായൻ പറഞ്ഞു വെറുതെ ഇരിക്കുമല്ലേ, ഒരു ട്രിപ്പ് ആയിക്കോട്ടെ എന്ന്. ചേച്ചിയുടെ തറവാടൊക്കെ കാണാലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. അതാ അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ ആദ്യം ചെന്നത് വീണ്ടും ക്രിസ്റ്റിയിലേക്കായിരുന്നു. കാരണം അവൻ കുറച്ചു മുൻപേ പറഞ്ഞത് അവൾ ഇങ്ങോട്ടേക്കും അവനോട് ചോദിച്ചു എന്നാ. എന്നാൽ അവളിപ്പോൾ പറയുന്നു ക്രിസ്റ്റിയാണ് അവളോട് വരാൻ പറഞ്ഞതെന്ന്. അതുകൊണ്ട് കളിയാക്കിയാണ് എല്ലാവരും അവനെ നോക്കുന്നത്. അവനാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ചമ്മിയതുപോലെയായി. വാ, നമുക്ക് സമയമില്ല. ഇവിടുന്ന് 3 മണിക്കൂറോളം വേണം. ഇനി ഇവിടെ നിന്ന് എല്ലാവരും കൂടി തങ്ങളെ വാരിക്കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റി എസ്കേപ്പ് എന്ന രീതിയിൽ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഋഷു ആണെങ്കിൽ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയായിരുന്നു. ക്രിസ്റ്റി ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. കോ ഡ്രൈവർ സീറ്റിൽ ദേവനും കയറി. പുറകിൽ ഷീതുവും കുഞ്ഞും ചാർലിയും. ഏറ്റവും പുറകിലായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റ് മതിയെന്നും പറഞ്ഞ് റയാനും ഋഷുവും കൂടി കയറിയിരുന്നു. മമ്മിയോട് യാത്ര പറഞ്ഞതിന് ശേഷം അവർ ഷീതുവിൻ്റെ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഓഫീസിൽ ചെന്ന് പാപ്പനെ കണ്ട് യാത്ര ചോദിച്ചതിന് ശേഷമാണ് എല്ലാവരും തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തിലായിരുന്നുവെങ്കിൽ ചാർലിയും ഷീതുവും പരസ്പരം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ കുറച്ച് സങ്കടത്തിലായിരുന്നു. അങ്ങനെ മണിക്കൂറോളം യാത്ര ചെയ്ത അവർ അവസാനം ദേവൻ്റെ തറവാട്ടിലേക്ക് എത്തി. ഒരു ഒതുങ്ങിയ പ്രദേശത്തിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ദേവൻ്റെ തറവാട്. ചുറ്റും തെങ്ങും പ്ലാവും മാവും ഒക്കെയുണ്ട്. പ്രകൃതി ഭംഗിയോടെ ആ തറവാട് അവിടെ തലയെടുപ്പ് പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട്. കാർ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവരിലും ഒരു തണുത്ത കാറ്റ് വീശി. ചുറ്റും മരങ്ങളായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തണുപ്പുണ്ടല്ലേ ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. ഋഷു കാറിലിരുന്ന് പറയുന്നത് കേട്ടതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. അതേ മോളെ, ഇവിടെ അങ്ങനെ ചൂടൊന്നും എടുക്കാറില്ല. ഞങ്ങൾക്ക് AC-യുടെ കാര്യമില്ല. എങ്കിലും അനിയന്മാരുടെയും അവരുടെ മക്കളുടെയും റൂമിലൊക്കെ AC വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിലും അമ്മയുടെ റൂമിലും മാത്രമേ ഇല്ല. ഞങ്ങൾക്ക് വേണ്ടാന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവൻ കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. നാഗമഠം കോവിലകം എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ.
തോട്ടം മറ്റും ഉള്ളതുകൊണ്ട് തന്നെ അങ്ങിങ്ങായി കുറേ ജോലിക്കാരൻ നിൽപ്പുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാറ് തറവാട്ടിലേക്ക് കയറി വരുന്നത് കണ്ടതും എല്ലാവരും ആ കാറിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവരുടെ കാറ് തറവാട്ടിന് മുൻപിൽ ചെന്ന് നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ടാണോ എന്തോ അകത്തു നിന്നും 2 സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ തൊട്ടു മുൻപിലായിട്ട് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവരെ 3 പേരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇച്ഛായ, ഷീതുവിന് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഒന്നുമില്ലടി, നീ ഇറങ്ങ്, അവൻ ധൈര്യം പകർന്നുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ദേവനാണ് ആദ്യം കാറിൽ നിന്നും ഇറങ്ങിയത്. ദേവനെ കണ്ടതും അവർ 3 പേരും ചിരിച്ചു. ദേവൻ തിരികെ. ദേവൻ ചുറ്റിനും ഒന്ന് നോക്കി. പണിക്ക് വന്നവരെല്ലാം ആ കാറിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ആരാ ശാന്തി, എൻ്റെ ദേവനും മോളും ആണോ വന്നത്? പുറകിൽ നിന്നും പ്രായമേറിയ ഒരു ശബ്ദം കേട്ടതും ദേവൻ അങ്ങോട്ടേക്ക് നോക്കി. അതെ അമ്മേ, സ്ത്രീകളിൽ ഒരാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. അവർ പെട്ടെന്ന് മുൻപിലേക്ക് വന്നു നിന്നു. അമ്മേ, ദേവൻ അവരെ ചെന്ന് ചേർത്ത് പിടിച്ചു. എത്ര നേരായിട്ട് നോക്കിയിരിക്കുകയാണെന്ന് അറിയോ മോനെ? എവിടെ എൻ്റെ കുട്ടി? വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ എൻ്റെ കുട്ടിയെ. മുത്തശ്ശി സന്തോഷത്തോടെ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷീതു. ദേവൻ വിളിച്ചതും ഷീതു വീണ്ടും ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വല്ലാത്ത നെഞ്ചിടിപ്പ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും വല്ലാത്തൊരു ഭയം പോലെ. ചെല്ല്. ചാർലി അവൾ ഇരിക്കുന്ന സൈഡിലെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവളാണെങ്കിൽ ഇറങ്ങണോ വേണ്ടായോ എന്നുള്ള അർത്ഥത്തിലിരിക്കുകയാണ്. ഇറങ്ങിക്കോ ചേച്ചി, നീ മുത്തശ്ശിക്ക് ചേച്ചിയെ കാത്ത നിൽക്കുക. ഋഷുവും കൂടി പറഞ്ഞതും അവൾ കാറിൽ നിന്നും മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചു. എല്ലാവരും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി. ഷീതു പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവരും തിരികെ അവളെ നോക്കി. ദേവൻ സാറിൻ്റെ മോള് സാറിനെ പോലെ തന്നെയുണ്ട് അല്ലേ? പണിക്കാരിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ഷീതു കേട്ടിരുന്നു. അത് കേട്ടതും ഷീതു അവരുടെ മുഖത്തേക്ക് നോക്കി. അവരും തിരികെ അവളെ പേടിയോടെ നോക്കി. ഇനി വല്ലതും പറയുമോ എന്നായിരുന്നു അവരുടെ പേടി. പെട്ടെന്ന് ഷീതു അവരെ നോക്കി പുഞ്ചിരിച്ചതും അവരും ചിരിച്ചു. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ മോളെ, മുത്തശ്ശി വിളിച്ചതും അവൾ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ മോളെ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ അയാളുടെ ഒപ്പം തറവാട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. ഷീതു മോളെ, മുത്തശ്ശി വിളിച്ചതും അവൾ ആദ്യം മുത്തശ്ശിയുടെ അനുഗ്രഹമാണ് വാങ്ങിയത്. എൻ്റെ മോള് നന്നായി വരും, അവർ നിറകണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞു. പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവൾക്ക് ഉമ്മ കൊടുത്തു. മോനെ, അവരെ കൂടി വിളിക്ക്, മുത്തശ്ശി ദേവനെ നോക്കി പറഞ്ഞപ്പോഴാണ് അയാൾ ചാർലിയെ പറ്റിയൊക്കെ ഓർത്തത്. ചാർലി. അയാൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചതും ചാർലി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇസു അവൻ്റെ തോളിൽ കിടന്നുറങ്ങിയിരുന്നു. ക്രിസ്റ്റിയും റയാനും ഋഷുവും എല്ലാം കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും തറവാട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. എല്ലാവരെയും കണ്ടതും ഷീതുവിന് ആകെ ഒരു ടെൻഷൻ തോന്നി. അറിയാത്തൊരു നാട്ടിൽ അറിയാത്ത ആളുകളുടെ നടുവിൽ എത്തിപ്പെട്ട ഒരവസ്ഥയായിരുന്നു അവൾക്ക്. മുത്തശ്ശിയല്ലാതെ എല്ലാവരെയും അവൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ദേവന്റെ മകളായ ഷീതുവിനെ കണ്ട് അവിടെ പലരുടെയും മുഖം കത്തിയിരുന്നു. എന്നാൽ ചിലരിൽ സന്തോഷമായിരുന്നു. ഗോവിന്ദ, വാസുദേവ, എടാ നീ കണ്ടോ? എൻ്റെ മോളെ കണ്ടോടാ? ഞാൻ ഇത്രയും വർഷം അലഞ്ഞു നടന്ന ഒന്നും വെറുതെ ആയില്ലടാ. അവസാനം ഞാൻ എൻ്റെ മോളെ കണ്ടെത്തി. നിങ്ങളൊക്കെ എപ്പോഴും എന്നോട് പറയില്ലായിരുന്നോ അന്വേഷിക്കേണ്ട, കിട്ടില്ല എന്നൊക്കെ? പക്ഷെ എനിക്ക് കിട്ടി എൻ്റെ കുട്ടിയെ. അയാൾ അഭിമാനത്തോടെ തൻ്റെ മകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനിയന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കേട്ടതും അവർ 2 പേരും ഷീതുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളും തിരികെ ചിരിച്ചു. മുത്തശ്ശി നോക്കി കാണുകയായിരുന്നു തൻ്റെ മോൻ്റെ ആ സന്തോഷം, മകളെ കണ്ടെത്തിയെന്നുള്ള അഭിമാനം. മോളെ, ഇതാ മോളുടെ ചെറിയച്ചന്മാർ. ഇത് ഗോവിന്ദ ചെറിയച്ചൻ, ഇത് വാസുദേവൻ. അയാൾ 2 പേരെയും അവൾക്ക് പരിചയപ്പെടുത്തി. അവൾ അവരെ 2 പേരെയും നോക്കി പുഞ്ചിരിച്ചു. ശേഷം 2 പേരുടെയും അനുഗ്രഹം വാങ്ങി. മനസ്സിൽ അവളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവരവളെ അനുഗ്രഹിച്ചു. ഗോവിന്ദൻ്റെയും മക്കളുടെയും മരുമക്കളുടെ ഭാര്യമാരും ചെറുമക്കളും ഒക്കെ ദേവൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ചാർലി, എന്താ അവിടെ നിൽക്കുന്നേ? കയറി വാ, ഇത് നിൻ്റെയും കൂടിയാ വീട്. ദേവൻ തിരിഞ്ഞു നിന്ന് ചാർലിയെ വിളിച്ചു. അത് കേട്ടതും തറവാട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ അവരെ നോക്കി. ചാർലിയുടെ ഒക്കെ മുൻപിൽ ആ തറവാടായിരുന്നു തലയെടുപ്പോടെ നിന്നിരുന്നെങ്കിൽ തറവാട്ടിലുള്ളവരുടെ മുൻപിൽ തലയെടുപ്പോടെ നിൽക്കുകയായിരുന്നു പുലിക്കളത്തിലെ പാപ്പൻ്റെ 3 പുലിക്കുട്ടികൾ. ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിപ്പോകുന്ന 3 പുലികൾ. അമ്മേ, ദേ ഇതാണ് എൻ്റെ മോളുടെ ഭർത്താവ് ചാർലി. ഇത് അവരുടെ കുഞ്ഞാണ് ഇസു. അയാൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ചാർലി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ഇസു, വാ. ഗോവിന്ദൻ്റെ 3ാമത്തെ മകൾ നന്ദ കുഞ്ഞിനെ വിളിച്ചതും അവൾ കുഞ്ഞിപ്പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് നന്ദയുടെ അടുത്തേക്ക് ചെന്നു. നന്ദ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. ഇത് ചാർലിയുടെ 2ാമത്തെ അനിയനാ ക്രിസ്റ്റി. ഇത് അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഋഷിക. ഇത് ഇളയ അനിയനാ റയാൻ. ദേവൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. അമ്മേ, എല്ലാവരെയും പുറത്ത് നിർത്താതെ അകത്തേക്ക് ക്ഷണിക്ക്. വാസുദേവൻ പറഞ്ഞതും മുത്തശ്ശി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും അകത്തേക്ക് കയറി. ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. സീത അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് പോയി. അവരുടെ പുറകിലായി ശാന്തിയും നടന്നു. മോളെ, മുത്തശ്ശി അവളെ നോക്കി വിളിച്ചതും അവൾ സംശയത്തോടെ മുത്തശ്ശിയെ നോക്കി.
മോക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു. ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ അമ്മേ. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടല്ലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. വാസുദേവൻ അവരെ നോക്കി പറഞ്ഞു. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഇതൊരു നാട്ടിൻ പ്രദേശമല്ലേ. അവരൊക്കെ വലിയ സിറ്റിയിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിച്ചതാ മോനെ. മുത്തശ്ശി അയാളെ നോക്കി പറഞ്ഞു. എനിക്ക് ഇഷ്ടമായി മുത്തശ്ശി. അവൾ ചെറിയ പുഞ്ചിരിയോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശി. ചാർലി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കാറിൻ്റെ ഡിക്കി തുറന്ന് ആ 2 കവറും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഇതെന്താ മോനെ? അവർ സംശയത്തോടെ ചാർലിയോട് ചോദിച്ചു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അമ്മ കുറച്ച് മാങ്ങയും മറ്റും തന്നു വിട്ടതാ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതി. ചാർലി അവരെ നോക്കി പറഞ്ഞതും അവരത് സന്തോഷത്തോടെ തന്നെ അവൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചു. ഞാൻ പറഞ്ഞതാ അമ്മ ഇതൊന്നും വേണ്ടെന്ന്. ഇതെല്ലാം ഇവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ചാർലിയുടെ മമ്മി കേട്ടില്ല. ദേവനും പറഞ്ഞു. അയാൾ നമുക്ക് സന്തോഷത്തോടെ തരുമ്പോൾ നമുക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കണം ദേവാ. മുത്തശ്ശി അയാളെ നോക്കി പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു. കളിക്കാൻ എന്തൊക്കെയാ വേണ്ടുന്നത്? ഇവിടെ ഒരു വാവയുണ്ട്. ആ വാവയുടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെയുണ്ട്. നന്ദ അവളെ നോക്കി പറഞ്ഞു. എന്നിട്ട് വാവ എവിടെ? അത് കേട്ടതും കുഞ്ഞ് സംശയത്തോടെ അവളോട് ചോദിച്ചു. വാവ ചാച്ചുവോ മോളെ? കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും. അപ്പം നമുക്ക് വാവയുടെ ഒപ്പം കളിക്കാട്ടോ. ആരുഷി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ആരുഷി മോളെ. ആ എന്താ മുത്തശ്ശി? ഇത് ആരുഷി, ഗോവിന്ദൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ. മുത്തശ്ശി അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തതും അവൾ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവരും തിരികെ ചിരിച്ചു. അപ്പോഴേക്കും സീതയും ശാന്തിയും കൂടി അവർക്ക് കുടിക്കാൻ ചായയും മറ്റ് പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു. 5 or 6 കൂട്ടം പലഹാരം ഉണ്ടായിരുന്നു. അയ്യോ, എന്തിനാ ഇത്രയും പലഹാരങ്ങൾ? ഞങ്ങളാരും ഇതൊന്നും കഴിക്കില്ല. റയാൻ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ചായ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. നിങ്ങൾ കഴിച്ചാലും ഇല്ലെങ്കിലും തരേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ആദ്യമായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഒന്നും തരാതെ വിടാൻ ഞങ്ങൾക്കാവില്ല. ഇതെല്ലാം നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് പോയി വാങ്ങിയതാ. എന്താ മോളുടെ ഇഷ്ടമെന്ന് ഞങ്ങൾക്കറിയില്ല. മധുരാണോ എരിവാണോ പുളിയാണോ അങ്ങനെ ഒന്നും അറിയാത്തത് കൊണ്ടാ എല്ലാ പലഹാരങ്ങളും വാങ്ങി വെച്ചത് അല്ലേ വാസുദേവ? അവർ പറഞ്ഞതിന് ശേഷം വാസുദേവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അയാളാണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. മോൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം പറയണം കേട്ടോ. മോൾ ഇവിടെ നിൽക്കുന്ന അത്രയും ദിവസം മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണം ഞങ്ങൾക്ക്. എൻ്റെ കുട്ടി ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. മുത്തശ്ശി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ചാർലി മറ്റുള്ളവർ നോക്കി കാണുകയായിരുന്നു ആ കുടുംബത്തിലുള്ളവരുടെ സ്നേഹത്തെ. അവരെല്ലാവരും എങ്ങനെയാണ് ഷീതുവിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അവർ നോക്കുകയായിരുന്നു. ദേവച്ച, ചേച്ചി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് കഥ പറഞ്ഞു തരണേ എനിക്ക്. എന്താ അയാളെ നോക്കി പറഞ്ഞു. എല്ലാ സമയം പോലെ പറയാടി, ദേവനും തിരികെ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഷീതുവിനെയും ദേവനെയും അവിടെ ആക്കിയതിന് ശേഷം ബാക്കിയുള്ളവരെല്ലാം തിരികെ പോകാനായി തീരുമാനിച്ചു. ഞങ്ങളെങ്കിൽ ഇറങ്ങട്ടെ? ചാർലി അവരെ എല്ലാവരെയും നോക്കി യാത്ര ചോദിച്ചു. പോകാൻ ഞങ്ങൾ പറയില്ല, നിങ്ങൾക്കും കൂടി ഇവിടെ നിൽക്കാമായിരുന്നു. ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയാൽ പോരായിരുന്നോ? സീത അവരെ നോക്കി പറഞ്ഞു. മമ്മിയും പപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ ആൻറ്റി. അതുമാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവിടുന്ന്. ക്രിസ്റ്റി അവരെ നോക്കി പറഞ്ഞു. ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമല്ലേ ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. അന്ന് ഞങ്ങൾ എന്തായാലും ഉണ്ടാകും. അന്ന് പപ്പയും മമ്മിയും ഒക്കെ കൂട്ടി ഞങ്ങൾ വരാം. റയാനും ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞിരുന്നു. മോളെ ഇവിടെ ആക്കിയിട്ട് പോയാൽ മതിയായിരുന്നു ചേട്ടാ. ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ? നന്ദ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന വിഷമത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും ചാർലി ഒന്നും തന്നെ മിണ്ടിയില്ല. ചേട്ടായിക്ക് 2 പേരെയും കൂടി അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല നന്ദേ. ചേട്ടത്തി ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോയാലും ഇത് ചേട്ടായിയുടെ ചങ്ക് പറിച്ചെടുക്കുന്ന പോലെയാ. അതിൻ്റെ ഒപ്പം കുഞ്ഞും കൂടി ഇവിടെ ആയാൽ പിന്നെ കാര്യങ്ങളൊന്നും പറയണ്ട. ഇന്ന് മുതൽ ഞങ്ങളുടെ ചേട്ടായി കലണ്ടറിൽ മാർക്ക് ചെയ്തായിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കാൻ പോകുന്നത്. റയാൻ അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ യാത്രയില്ല മുത്തശ്ശി, ഞങ്ങൾ പോയിട്ട് വരാം, ചാർലി വീണ്ടും പറഞ്ഞു. ഇസു പോവാണോ? ഇവിടെ നിൽക്ക്. ഇവിടെ കുഞ്ഞാവയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ചേച്ചിയുണ്ട്. അമ്മയുടെ കൂടെ ഇവിടെ നിന്നാൽ പോരെ ഇസുവിന്? കുഞ്ഞിൻ്റെ മനസ്സറിയാനെന്ന പോലെ ശാന്തി കുഞ്ഞിനെ നോക്കി പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് അപ്പ ഒറ്റയ്ക്കാവും. അപ്പ എനിക്ക് നോച്ചണം. അപ്പയ്ക്ക് സങ്കടാവും. അവൾ ചാർലി ഒന്ന് നോക്കിയതിന് ശേഷം ശാന്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കുകയായിരുന്നു. അത്രയും കുഞ്ഞായിരുന്നിട്ട് പോലും അവൾക്ക് അവളുടെ അപ്പയുടെ കാര്യത്തിൽ എത്രത്തോളം കെയറിങ്ങും ഉത്തരവാദിത്വവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് അവളുടെ ആ കൊച്ചു വാക്കുകളിൽ തന്നെ എല്ലാവർക്കും വ്യക്തമായിരുന്നു. ദശി, പോയിട്ട് വാ മോനെ, അവരും സന്തോഷത്തോടെ തിരികെ പറഞ്ഞിരുന്നു. ദേവച്ച, ചാർലി അയാളോടും യാത്ര ചോദിച്ചു. പാപ്പനെയും മമ്മിയൊക്കെ കൂട്ടി വരണേ ചാർലി, ഞാനിനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അയാൾ സംശയത്തോടെ അവനെ നോക്കി പറഞ്ഞു. വേണ്ടച്ചാ, ഞങ്ങൾ എന്തായാലും ഉണ്ടാകും. അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറുപടി എന്ന പോലെ പറഞ്ഞു. ചേച്ചി, ഋഷു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചോദിച്ചു. ഷീതു റയാൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷീതു കയ്യേണ്ട, അപ്പേ ഞാൻ നോച്ചിച്ചോളാം.
പെട്ടെന്ന് കുഞ്ഞ് തന്നോട് തിരികെ പറയുന്നത് കേട്ട് ഷീതുവിന് സങ്കടം വന്നു. കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് കരഞ്ഞാൽ അത് അവളെയും കൂടി വിഷമത്തിലാഴ്ത്തുമെന്ന് മനസ്സിലാക്കിയ ഷീതു പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. പോട്ടേടി, ഷോൾഡറിൽ കൂടി അവളെ ചേർത്ത് പിടിച്ച് ചാർലി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അവരിറങ്ങാൻ തുടങ്ങി. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ ചാർലി ഒന്ന് നിന്നു. ഷീതു അത് മനസ്സിലാക്കിയതുപോലെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. ഞാനും. അത് കണ്ടതും ഇസുവും പറഞ്ഞു. റയാൻ അവളെ ഷീതുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കുഞ്ഞു അവൾക്ക് ഉമ്മ കൊടുത്തു. എല്ലാവരും അത് നോക്കി നിൽക്കുകയായിരുന്നു. പലരിലും അത് സന്തോഷമാണ് നൽകിയതെങ്കിൽ മറ്റു ചിലരിൽ പല്ലുകടിയായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഷീതു അവരെ എല്ലാവരെയും യാത്രയാക്കുന്ന തിരക്കിലും. അവരെല്ലാവരും കാറിലേക്ക് കയറിയതും ക്രിസ്റ്റി കാർ എടുത്തു. അവരുടെ കാർ തറവാട്ടിൽ നിന്നും ഗേറ്റ് കടന്നു പോകുന്നത് വരെ ഷീതു അവരെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് ദേവന് മനസ്സിലായി. ആദ്യമായിട്ടാണ് അവരെയൊക്കെ പിരിഞ്ഞവൾ നിൽക്കുന്നത്. ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡറിൽ കൂടി അവളെ ചേർത്ത് പിടിച്ചു. ഷീതു അവിടെ നിന്നുകൊണ്ട് തന്നെ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇത് കണ്ടു നിന്ന് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. എന്നാൽ ചിലരുടെയൊക്കെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളായിരുന്നു.